സേവ് ബോക്സ് തട്ടിപ്പിൽ കൂടുതൽ അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നടൻ ജയസൂര്യയ്ക്ക് ലഭിച്ചത് കുറ്റകൃത്യത്തിൽ നിന്നുള്ള പണമാണെന്നാണ് ഇഡിയുടെ നിഗമനം. ഇതോടെ ജയസൂര്യയുടെ മൊഴി പരിശോധിച്ച ശേഷം വീണ്ടും ചോദ്യം ചെയ്യും. എന്നാൽ പരസ്യ ചിത്രത്തിൽ കരാർ പ്രകാരം അഭിനയിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്നും തനിക്ക് കമ്പനിയുമായി ബന്ധമില്ലെന്നുമാണ് ജയസൂര്യയുടെ മൊഴി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഈ കേസിൽ തനിക്ക് പങ്കില്ല, പരസ്യത്തിൽ അഭിനയിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ജയസൂര്യയുടെ വിശദീകരണം. പക്ഷേ ഈ തട്ടിപ്പ് പണം, അതിൻ്റെ ഒരു വിഹിതം ജയസൂര്യയ്ക്ക് കിട്ടി എന്നൊരു നിഗമനം അന്വേഷണ സംഘത്തിനുണ്ട്. ഇതോടൊപ്പം കൂടുതൽ താരങ്ങൾക്ക് ഈ കേസുമായി ബന്ധമുണ്ടെന്ന് ഇഡി സംശയിക്കുന്നു. അങ്ങനെയെങ്കിൽ കൂടുതൽ പേരുടെ ചോദ്യം ചെയ്തൽ ഇഡിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ? ഇനി ഉണ്ടാകാൻ പോകുന്ന നടപടികൾ എന്തൊക്കെയായിരിക്കും? ടോമി, സേവ് ബോക്സ് നിക്ഷേപ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡി രണ്ട് രീതിയിലാണ് അന്വേഷണം പോകുന്നത്. ഒന്ന്, പ്രാഥമികമായും തന്നെ ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കള്ളപ്പണം, ഹവാല മണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് അന്വേഷിക്കുന്നുണ്ട്. രണ്ടാമത്, ഇതിൽ കൂടുതൽ പേര് തട്ടിപ്പിനിരയായിട്ടുണ്ട്. ഈ പണം എന്തു ചെയ്തു എന്നതാണ്. കാരണം കോടിക്കണക്കിന് രൂപ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് പലരിൽ നിന്ന്. ഈ പണം ഏത് രീതിയിലാണ് അവർ വിനിയോഗിച്ചിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇഡി പരിശോധിക്കുകയാണ്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്ത നടൻ ജയസൂര്യയെ രണ്ടാം വട്ടമാണ് വിളിച്ചു വരുത്തിയത്. ആദ്യഘട്ടത്തിൽ ജയസൂര്യ നൽകിയ വിശദീകരണങ്ങളിൽ തുടർന്നാണ് പിന്നീടും ഇവിടേക്ക് വരേണ്ടി വരികയും പിന്നീട് മണിക്കൂറുകളോളം ജയസൂര്യയെ ചോദ്യം ചെയ്യുകയും ചെയ്തത്. ജയസൂര്യ പ്രധാനമായും പറയുന്നത് തനിക്ക് മറ്റൊരു ഇടപാടുമോ അവരുമായിട്ട് ഓഹരി പങ്കാളിത്തമോ നിക്ഷേപമോ ഒന്നും തന്നെ അവരുമായിട്ടില്ല. ഒരു അഭിനേതാവെന്ന രീതിയിൽ തന്നെ അവർ ഉപയോഗപ്പെടുത്തുന്നു. അത് ബ്രാൻഡ് അംബാസഡറെ അഭിനയിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അതിന് കരാർ പ്രകാരം അവരുടെ പരിപാടികൾ പങ്കെടുക്കുക, ഒപ്പം തന്നെ അവരുടെ തുക ഇത് സംബന്ധിയായ പ്രതിഫലം സംബന്ധിയായ തീരുമാനവുമായിരുന്നു. ഇതിൽ തന്നെയും തനിക്ക് കുറച്ച് പണം മാത്രമാണ് നൽകിയിട്ടുള്ളത് എന്നതാണ് ജയസൂര്യ പറഞ്ഞിരിക്കുന്നത്. ഇതല്ലാതെ മറ്റൊരു രീതിയിലൊരു ബന്ധമോ സൗഹൃദങ്ങളോ ഒന്നും തന്നെയില്ല. ഒരു ബിസിനസ് എന്ന രീതിയിലുള്ള തന്നെ ബ്രാൻഡ് വാല്യൂ ഉപയോഗപ്പെടുത്തുന്നു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഫലം മാത്രമാണ് ഇതിൽ ചർച്ചയായിട്ടുള്ളൂ എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അവിടെ വരുമ്പോൾ ഒരു കുഴപ്പം വരുന്നത്, ഇയാൾ ഏത് രീതിയിൽ സമാഹരിച്ച പണമാണ് എന്നതാണ് വിഷയം. അതിൻ്റെ ഒരു ഓഹരി അല്ലെങ്കിൽ അതിലുള്ള ഒരു അതിൽ നിന്നാണ് ജയസൂര്യയ്ക്കടക്കം പ്രതിഫലമായി നൽകിയിട്ടുള്ളതെങ്കിൽ ആ തുക കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അവരും ഇതിൻ്റെ ഈ ഒരു പരിധിയിലേക്ക് തന്നെയാണ് വരുന്നത്. അന്വേഷണത്തിൻ്റെയും അതോടൊപ്പം തന്നെ നിയമ നടപടികളുടെയും പരിധിയിലേക്കാണ് വരുന്നത്. അത് ഇവർക്ക് എത്ര കണ്ടത് അറിയാം, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം തന്നെ സാധ്യതകളും നിരത്തേണ്ടി വരും. എങ്കിൽ കൂടിയും ഇതിൻ്റെ ഭാഗമാക്കാവുകയാണ് ഇത് നിയമം അനുസരിച്ച് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവരുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇഡി പരിശോധിക്കുന്നു. ഈ പ്രതിഫലം അല്ലാതെ മറ്റേതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ? ബാക്കി പണം നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് എന്താണ് അതിനൊരു വ്യവസ്ഥ നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട് ഇഡിക്ക്. പക്ഷേ ഇവിടെ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന രീതിയിലാണ് ജയസൂര്യയുടെ പങ്ക്. ജയസൂര്യ പരസ്യത്തിൽ അഭിനയിച്ചു, അത് കരാർ പ്രകാരമാണ്. ആ ഒരു തട്ടിപ്പ് പണത്തിൻ്റെ വിഹിതം ജയസൂര്യ കൈപ്പറ്റിയത് ഈ തട്ടിപ്പാണെന്ന് ഒരു പക്ഷേ അറിഞ്ഞുകൊണ്ടായിരിക്കുമോ? അതല്ലെങ്കിൽ നമുക്കറിയാം, ഈ ഭൂട്ടാൻ കാർ തട്ടിപ്പ് കേസിൽ ഉണ്ടായതുപോലെ പല താരങ്ങളും ഈ കാറ് വാങ്ങിയത് ഇത് ഈ രീതിയിൽ നികുതി വെട്ടിച്ച് എത്തിച്ച കാറാണെന്നൊരു അറിവുണ്ടായിരുന്നില്ല. സമാനമായ രീതിയിൽ ജയസൂര്യയ്ക്ക് അറിവുണ്ടായിരുന്നോ ഈ തട്ടിപ്പിനെ കുറിച്ച്? അതോ അബദ്ധത്തിൽ ഈ കേസിൽ പെട്ടതായിരിക്കുമോ? ജയസൂര്യ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്, ഇയാൾക്ക് മറ്റ് ഇടപാടുകൾ, ഇയാളുടെ മറ്റ് സാമ്പത്തിക വശങ്ങൾ, ബിസിനസ് കാര്യങ്ങൾ, ഇതൊന്നും ജയസൂര്യയുമായി ബന്ധപ്പെട്ടുള്ളതല്ല, തനിക്കിതുമായി ബന്ധപ്പെട്ട് അറിവില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ബിസിനസ് ഡീൽ എന്ന രീതിയിൽ മാത്രമാണ് അതിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. മറ്റു കാര്യങ്ങളൊന്നും തനിക്കറിയില്ല, അതിനെക്കുറിച്ച് താൻ പൂർണ്ണനായും അജ്ഞനാണ് എന്നതാണ് ജയസൂര്യ നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ചുള്ളത്. അതല്ല എന്ന് ഇഡിക്ക് സ്ഥാപിക്കണമെങ്കിൽ ഇഡിക്ക് ഇവരുടെ ഈ കണക്കുകൾ, അതോടൊപ്പം തന്നെ ബാങ്ക് ഇടപാടുകൾ, കാര്യങ്ങൾ ഇതെല്ലാം തന്നെ പരിശോധിച്ച് അതിലൊരു രേഖ കണ്ടെത്തുകയും കാര്യങ്ങളിലേക്ക് പോകണം. അല്ലെങ്കിൽ അത് സ്ഥാപിക്കപ്പെടുന്നതായ ഏതെങ്കിലും മൊഴികളോ കാര്യങ്ങളോ വേണം. നേരത്തെ തന്നെ അറസ്റ്റിലായ സ്വാതിക് റഹീം എന്ന് പറയുന്ന ഈ കമ്പനി ഉടമസ്ഥൻ ഇതിൽ 2023 തൃശ്ശൂർ ഈസ്റ്റ് പോലീസിൻ്റെ കസ്റ്റഡിയിലാവുന്നത്, അറസ്റ്റ് രേഖപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പോൾ
അതിനുശേഷമുള്ള നടപടികൾ പിന്നീട് ഇത് കള്ളപ്പണം അടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലേക്കാണ് നിഗമനത്തിലേക്കാണ് പോയിരുന്നത്. അവിടെയാണ് ഈ ED കടന്നു വരികയും പരാതികൾ പരിശോധിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. അങ്ങനെ ഈ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി ആണോ, ഇയാൾക്ക് ജയസൂര്യക്ക് അതുമായി ബന്ധപ്പെട്ട അറിവുണ്ടായിരുന്നു എന്നതെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ആ പണം ഉപയോഗിച്ച് തനിക്ക് പണം നൽകിയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ രേഖാമൂലമുള്ള കാര്യങ്ങൾ കൂടി വേണ്ടതാണ്. അപ്പോൾ ഈ മറ്റൊന്ന്, ഇവർ തമ്മിലുള്ള ഒരു പരിചയം അത് വലിയ സൗഹൃദമാണോ എന്ന് അതുകൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളിൽ സിനിമാ സംബന്ധിയായ ബന്ധങ്ങൾ മാത്രം അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ ബന്ധങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന രീതിയിലുള്ളൊരു മറുപടിയാണ് ജയസൂര്യ നൽകിയിരിക്കുന്നത്. ഇയാൾക്ക് സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള സൗഹൃദങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. 2 സിനിമകളിലും മറ്റും ഇയാൾ അഭിനയിച്ചിട്ടുണ്ട്. ഈ സ്വാദിഖ് റഹീം എന്ന് പറയുന്ന ഇയാൾ അഭിനയിച്ചിട്ടുണ്ട്. സിനിമാ സൗഹൃദങ്ങളെ പൂർണ്ണമായും തന്നെ തൻ്റെ ബിസിനസ് ലാഭത്തിലേക്ക് ഉപയോഗപ്പെടുത്തുക എന്ന രീതിയിൽ തന്നെയാണ് ഇവരെല്ലാം കണ്ടിരുന്നതും ഉപയോഗിച്ചിരുന്നതും. അത് താരങ്ങൾക്ക് എത്ര കണ്ട് അറിയാമായിരുന്നു എന്നതാണ് ഇനിയുള്ള കാര്യം. അവർ അതിന് പ്രതിഫലം വളരെ കൂടുതലായി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും തന്നെ അവർക്ക് അറിഞ്ഞുകൊണ്ട് ഉള്ള ഒരു രീതിയിലേക്കാണെന്ന് സംശയിക്കേണ്ടി വരുന്നു. ജയസൂര്യ പറയുന്നു, ജയസൂര്യക്ക് ഒരു പകുതിയിൽ തുക മാത്രമാണ് ലഭിച്ചത് ഓഫർ ചെയ്തതിന്, ബാക്കി തുക തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. താനും തട്ടിപ്പിൽ ഇരയായി എന്ന രീതിയിലാണ് EDയിൽ ജയസൂര്യ നൽകിയിരിക്കുന്ന മൊഴി. പക്ഷെ അത് നിലനിൽക്കണമെങ്കിൽ കുറെ കൂടി ജയസൂര്യയെ ഈ കേസിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ സിനിമാ താരങ്ങളിലേക്കും അന്വേഷണം നീങ്ങുന്നുണ്ട്.